السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أما بعد فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين. ഏറെ സ്നേഹമുള്ള സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സൂറത്തുൽ ബഖറയിലെ 8-ാമത്തെ ആയത്താണ് ഓതിക്കേൽപ്പിച്ചത്. അള്ളാഹു പറയുന്നു, വമിനന്നാസി, മനുഷ്യരിലുണ്ട്, മൈ യഖൂലു, പറയുന്ന ചിലർ, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ബില്ലാ, അള്ളാഹുവിങ്കൽ അല്ലെങ്കിൽ അള്ളാഹുവിൽ, വബിൽ യൗമി, ദിവസത്തിലും, അൽ ആഖിരി, അവസാനത്തെ, വമാഹും, അവരല്ല താനും, ബി മുഅ്മിനീൻ, വിശ്വസിച്ചവർ, യുഖാദിഊന, അവർ വഞ്ചന നടത്തുന്നു, അള്ളാഹുവിനോട്, വല്ലദീന ആമനു, വിശ്വസിച്ചവരോടും, വമാ യഖ്ദഊന, അവർ വഞ്ചിക്കുന്നില്ല താനും, ഇല്ലാ അൻഫുസഹും, അവരെ തന്നെ അല്ലാതെ, വമാ യശ്ഉറൂൻ, അവർ അറിയുന്നുമില്ല, അവർക്ക് ബോധമുണ്ടാകുന്നും ഇല്ലതാനും, ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിലുണ്ട്, മറദുൻ, ഒരു രോഗം, ഫസാദഹും, എന്നിട്ട് അവർക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു, അല്ലാഹു മറദ, രോഗത്തെ, വലഹും, അവർക്കുണ്ട് താനും, അദാബുൻ, ശിക്ഷ, അലീം, വേദനയേറിയ, ബിമാ കാനു, അവരായിക്കൊണ്ടിരിക്കുന്നത് നിമിത്തം, യക്ദിബൂൻ, അവർ വ്യാജം പറയും. അള്ളാഹു പറയുന്നു, മനുഷ്യരിലുണ്ട് ചിലർ, അവർ പറയും, ഞങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അവർ വാസ്തവത്തിൽ സത്യവിശ്വാസികളല്ല താനും. അവർ അള്ളാഹുവിനോടും വിശ്വസിച്ചവരോടും വഞ്ചന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ അവർ തങ്ങളെ തന്നെയല്ലാതെ വഞ്ചിക്കുന്നില്ല താനും. അവർ അത് അറിയുന്നില്ല. അവരുടെ ഹൃദയങ്ങളിലുണ്ട് ഒരു തരം രോഗം. എന്നിട്ട് അള്ളാഹു അവർക്ക് രോഗം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ട്, അവർ വ്യാജം പറഞ്ഞ് കൊണ്ടിരിക്കുന്നത് നിമിത്തം. ഈ ആയത്തുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിൽ കാണാം, വാക്കും പ്രവൃത്തിയും തമ്മിലും രഹസ്യവും പരസ്യവും തമ്മിലും പൊരുത്തക്കേടുണ്ടാകുന്നത് ആണ് കാപഢ്യം, അതായത് നിഫാഖ്. വിശ്വാസങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഉണ്ടാവാം കാപഢ്യം. വിശ്വാസത്തിലെ കാപഢ്യമാണ് ഏറ്റവും ഗൗരവപ്പെട്ടത്. എല്ലാ തരം കാപഢ്യങ്ങളെക്കുറിച്ചും ഓരോ സന്ദർഭത്തിലായി ഖുർആനിൽ അള്ളാഹു പരാമർശിച്ചിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസത്തിൽ തന്നെ മുഴുത്ത കാപഢ്യം വെച്ച് പുലർത്തിക്കൊണ്ടിരുന്ന, ഉള്ളിൽ കുഫറും പുറമേ ഇസ്ലാമിക വേഷവും സ്വീകരിച്ചിരുന്ന കപടവിശ്വാസികളെക്കുറിച്ചാണ് ഈ സൂക്തത്തിൽ പ്രസ്താവിക്കുന്നത്. മദനി സൂറത്തുകളിലാണ് മുനാഫിക്കുകളെപ്പറ്റി പരാമർശമുള്ളത്. മക്കായിൽ മുനാഫിക്കുകൾ ഇല്ലായിരുന്നു. നേരെ മറിച്ച് യഥാർത്ഥത്തിൽ സത്യവിശ്വാസം സ്വീകരിക്കുകയും അതോടുകൂടി ദൗർബല്യം കാരണം അത് മൂടിവെച്ച് ബാഹ്യത്തിൽ അവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യാൻ നിർബന്ധിതരായ ചിലരാണ് മക്കയിൽ ഉണ്ടായിരുന്നത്. കാരണം അവിടെ പ്രതാപവും ശക്തിയും മുശ്രിക്കുകൾക്കായിരുന്നല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ ഔസ്, ഖസ്റജ് എന്നീ 2 ഗോത്രക്കാരായിരുന്നു അവിടുത്തെ അറബികൾ. മുമ്പ് അവരും മക്ക മുശ്രിക്കുകളെ പോലെ വിഗ്രഹാരാധകരായിരുന്നുവെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും അവിടെ എത്തും മുമ്പ് തന്നെ അവർക്കിടയിൽ ഇസ്ലാമിന് പ്രചാരം സിദ്ധിച്ചു തുടങ്ങിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവോടുകൂടി അത് കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. മദീന പരിസരങ്ങളിലുണ്ടായിരുന്ന മറ്റൊരു കൂട്ടർ യഹൂദികളായിരുന്നു. അവരുടെ യഹൂദ പാരമ്പര്യമനുസരിച്ച് പോരുന്നവരായിരുന്നു അവർ. യഹൂദികൾ 3 ഗോത്രക്കാരായിരുന്നു: ബനു ഖൈനുഖാ, ബനു നദീർ, ബനു ഖുറൈദ. ആദ്യത്തെ ഗോത്രവും ഖസ്റജും തമ്മിലും അവസാനത്തെ 2 ഗോത്രവും ഔസും തമ്മിലും സഖ്യത്തിലായിരുന്നു. അറബികളിൽ നിന്ന് ധാരാളം ആളുകൾ ഇസ്ലാമിനെ അംഗീകരിച്ചുവെങ്കിലും യഹൂദികളിൽ നിന്ന് അബ്ദുല്ലാഹിബ്നു സലാമും വളരെ ചുരുക്കം പേരും മാത്രമേ ഇസ്ലാമിൽ വന്നിട്ടുള്ളൂ. ഇക്കാലത്ത് മദീനയിൽ മുനാഫിക്കുകൾ ഉണ്ടായിരുന്നില്ല. ഭയപ്പെടത്തക്ക ഒരു ശക്തി അന്ന് മുസ്ലിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിരുന്നില്ല.
അതുകൊണ്ട് കപടവേഷത്തിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ യഹൂദരുമായും പരിസര പ്രദേശത്തിലുള്ള ചില അറബി ഗോത്രങ്ങളുമായും സഖ്യ ഉടമ്പടി നടത്തുകയും ചെയ്തിരുന്നു. ഖസ്റജ് ഗോത്രക്കാരാണെങ്കിലും ഔസിലും ഖസ്റജിലും പൊതു നേതൃത്വം കൈവന്ന ഒരു നേതാവായിരുന്നു അബ്ദുല്ലാഹിബിൻ ഉബയ്യ് ബിൻ സുലൂൽ. അബ്ദുല്ലായെ എല്ലാവരുടെയും രാജാവായി വാഴിക്കുവാൻ ആലോചന നടന്നു വരികയായിരുന്നു. അക്കാലത്താണ് ഇസ്ലാമിന് മേൽ പ്രസ്താവിച്ച പ്രകാരമുള്ള സ്വാധീനം ഉണ്ടായിത്തീർന്നത്. പലരും ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ടതോടെ ആ ആലോചന മുന്നോട്ട് പോകാതായി. നേതൃമോഹിയായ അബ്ദുല്ലാഹിബിൻ ഉബയ്യിന് ഇത് മൂലം ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും വെറുപ്പുളവായി. സുപ്രസിദ്ധമായ ബദർ യുദ്ധം കഴിഞ്ഞതോടെ മുസ്ലിങ്ങളോടും മുസ്ലിങ്ങളുടെ യശസ്സും പ്രതാപവും ശക്തിപ്പെട്ടു. ഇസ്ലാമിൻ്റെ ശക്തി പൂർവാധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ അവനും അവൻ്റെ സിൽബന്ദികളും അനുഭാവികളും പ്രത്യക്ഷത്തിൽ ഇസ്ലാമിനെ അംഗീകരിച്ച് മുസ്ലിങ്ങളായി അഭിനയിച്ചു. വേദക്കാരിൽപ്പെട്ട ചിലരും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഇവിടെ മുതൽക്കാണ് മുനാഫിക്കുകളുടെ തുടക്കം. ക്രമേണ മദീനയിലും പ്രദേശങ്ങളിലുള്ള അഅറാബ്, അതായത് മരുഭൂവാസികൾക്കിടയിലും ഇവരുടെ എണ്ണം വർദ്ധിച്ചു. മക്കയിൽ നിന്ന് ഹിജ്റ വന്ന മുഹാജിറുകളിൽ ആരിലും നിഫാഖിൻ്റെ, അതായത് കാപട്യത്തിൻ്റെ രോഗം ബാധിച്ചിട്ടില്ല. അവരാരും മറ്റുള്ളവരുടെ നിർബന്ധത്തിനോ സ്വാധീനത്തിനോ വഴങ്ങി ഇസ്ലാമിനെ അംഗീകരിച്ചവരോ അള്ളാഹു അല്ലാത്ത മറ്റാരുടെയെങ്കിലും പ്രീതിക്ക് വേണ്ടി സത്യവിശ്വാസം സ്വീകരിച്ചവരോ അല്ലല്ലോ. ഇത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ തഫ്സീറിൽ നിന്ന് അമാനി മൗലവി റഹ്മഹുല്ല സംഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞ കാര്യമാണ്. അബ്ദുല്ലാഹിബിൻ ഉബയ്യും അവൻ്റെ ആൾക്കാരും യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ അവിശ്വാസികൾ തന്നെയാണെങ്കിലും അബ്ദുല്ലാഹിബിൻ ഉബയ്യും അവൻ്റെ ആൾക്കാരും യഥാർത്ഥത്തിൽ അവിശ്വാസികൾ തന്നെയാണെങ്കിലും ബാഹ്യത്തിൽ ഇസ്ലാം മതം സ്വീകരിച്ച് മുസ്ലിങ്ങളായി ഇരിക്കുമല്ലോ. ബാഹ്യത്തിൽ ഇസ്ലാം മതം സ്വീകരിച്ച് മുസ്ലിങ്ങളായിരിക്കുകയാണല്ലോ. ആ സ്ഥിതിക്ക് അവരുടെ ബാഹ്യ അവസ്ഥ പരിഗണിച്ച് സത്യവിശ്വാസികൾ വഞ്ചിതരാകുവാനും ഓർക്കാപ്പുറത്ത് അവർ മൂലം പല അനിഷ്ട സംഭവങ്ങളും ഉണ്ടായിത്തീരുവാനും ഇടവരും. ദുഷ്ടന്മാരെപ്പറ്റി ശിഷ്ടന്മാരെന്ന് തെറ്റിദ്ധരിക്കുന്നത് പല ആപത്തുകൾക്കും വഴിവെക്കുമല്ലോ. ആകയാൽ മുനാഫിക്കുകളെ സംബന്ധിച്ച് സത്യവിശ്വാസികൾ സദാ ജാഗരൂകരായിരിക്കേണ്ടതുണ്ട്. ഈ വസ്തുത സത്യവിശ്വാസികളെ ഈ വചനങ്ങൾ മുഖേന അള്ളാഹു ഉണർത്തുന്നു. വളരെ കരുതലോടെ നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കേണ്ടുന്ന ഒരു മൂന്നാം ചേരി കൂടി ഇവിടെയുണ്ടെന്നും അവരുടെ യഥാർത്ഥ സ്ഥിതി ഇന്നിന്നതാണെന്നും അറിയിക്കുകയും ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സത്യവിശ്വാസികളുടെയും അടുക്കൽ വരുമ്പോൾ തങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ച മുസ്ലിങ്ങളാണെന്ന് വാക്കുകൊണ്ടും ഭാവം കൊണ്ടും അവർ പ്രകടിപ്പിക്കും. വാസ്തവത്തിൽ വിശ്വാസം അവരെ തീണ്ടിയിട്ട് പോലുമില്ല എന്നാണ് 8-ാം വചനത്തിൻ്റെ താല്പര്യം. സൂറത്തുൽ മുനാഫിഖൂനിൽ ഇക്കാര്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: നബിയെ, കപടവിശ്വാസികൾ നിൻ്റെ അടുക്കൽ വരുമ്പോൾ അവർ പറയും, തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ തന്നെയാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നുവെന്ന്. അള്ളാഹുവിനറിയാം നീ അവൻ്റെ റസൂൽ തന്നെയാണെന്ന്. നിശ്ചയമായും കപടവിശ്വാസികൾ കളവ് പറയുന്നവർ തന്നെയാണെന്ന് അള്ളാഹു സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. അവരുടെ ഈ അഭിപ്രായത്തിൽ ശുദ്ധാത്മാക്കളായ ചില സത്യവിശ്വാസികൾ ചിലപ്പോൾ കബളിപ്പിക്കപ്പെട്ടേക്കും. എന്നാൽ സത്യവിശ്വാസികൾ പൊതുവെ അതിൽ വഞ്ചിതരാവുകയില്ല. അള്ളാഹുവിനെ വഞ്ചിക്കുവാൻ സാധ്യവുമല്ലല്ലോ. എന്നാലും തങ്ങളുടെ ഉള്ളുകള്ളി ആരും അറിയുകയില്ലെന്നാണ് അവരുടെ ധാരണ. ഒരുപക്ഷെ അള്ളാഹു പോലും തങ്ങളുടെ യഥാർത്ഥ സ്ഥിതി അറിയുകയില്ലെന്ന് അവർ ധരിച്ചു വശായിരിക്കാം. അവരെപ്പറ്റി നിങ്ങളോട് അവർ ശപഥം ചെയ്യുന്നത് പോലെ പുനരുദ്ധാന ദിവസം അവർ അള്ളാഹുവിനോട് ശപഥം ചെയ്തു പറയും എന്ന് 58:18 അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നത് കാണാം. ഇനി അള്ളാഹുവിനെക്കുറിച്ച് ആ ധാരണ അവർക്കില്ലെന്ന് വന്നാൽ തന്നെയും അള്ളാഹുവിൻ്റെ കക്ഷിയായ സത്യവിശ്വാസികളോട് നടത്തുന്ന വഞ്ചന അള്ളാഹുവിനോടും നടത്തുന്ന വഞ്ചനയാണല്ലോ. ഇത്രയും നിന്ദ്യമായ ഈ കാപട്യം മൂലം ഐഹികമായ ചില താൽക്കാലിക നേട്ടങ്ങൾ മാത്രമാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ അങ്ങേയറ്റം വഷളത്വവും അപമാനവും ആയിരിക്കും അതിൻ്റെ ഫലം. പരലോകത്തിലാകട്ടെ കഠിന കഠോരമായ ശിക്ഷയും. അപ്പോൾ
അവരുടെ വഞ്ചന യഥാർത്ഥത്തിൽ ബാധിക്കുന്നത് അവർക്ക് തന്നെയല്ലാതെ മറ്റാർക്കുമല്ല. ഇതൊന്നും ആ കപടന്മാർ അവരുടെ വിഡ്ഢിത്തവും ബോഷത്വവും കാരണമായി ഗ്രഹിക്കുന്നില്ല. അതിനുള്ള സുബോധവും അവർക്കില്ല. അവരുടെ ഹൃദയങ്ങളിൽ ഒരു തരം രോഗമുണ്ടെന്ന് പറഞ്ഞതിന് താല്പര്യം മേൽ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. കാപഢ്യവും നിഷേധവുമൊക്കെ ആ രോഗത്തിൻ്റെ ലക്ഷണങ്ങളെത്രേ. ഓരോ ഖുർആൻ വചനം അവതരിപ്പിക്കുമ്പോഴും ഓരോ ദൃഷ്ടാന്തം കാണുമ്പോഴും അവരിലുണ്ടാകുന്ന പ്രതികരണം അതുതന്നെ. അങ്ങനെ ആ രോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു പറയുന്നു, വഇദാ മാ ഉൻസിലത്ത് സൂറത്തുൻ, വല്ല സൂറത്തും അവതരിപ്പിക്കപ്പെട്ടാൽ അവരിൽ ചിലർ പരിഹാസ്യമായി പറയും, നിങ്ങളിൽ ആർക്കാണ് വിശ്വാസം വർദ്ധിപ്പിച്ചത് എന്ന്. എന്നാൽ വിശ്വസിച്ചവർക്ക് അത് വിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുന്നു. അവർ സന്തോഷം കൊള്ളുകയും ചെയ്യും. ഹൃദയത്തിൽ രോഗമുള്ളവരാകട്ടെ അത് അവരുടെ മ്ലേച്ഛത വർദ്ധിപ്പിക്കുകയും ചെയ്യും. അവർ അവിശ്വാസികളായിക്കൊണ്ട് മരണപ്പെടുകയും ചെയ്യും. സൂറത്ത് തൗബയിലെ 124, 125 ആയത്തുകൾ. അള്ളാഹു അവർക്ക് രോഗം വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞതിന് താല്പര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാം. തുടർന്നുള്ള ആയത്ത്, വഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർദി ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. അവരോട് നിങ്ങൾ ഭൂമിയിൽ, അതായത് നാട്ടിൽ നാശമുണ്ടാക്കരുത് എന്ന് പറയപ്പെട്ടാൽ അവർ പറയും, നിശ്ചയമായും ഞങ്ങൾ നന്മയുണ്ടാക്കുന്നവർ മാത്രമാകുന്നു എന്ന്. അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാകിൻ ലാ യശ്ഉറൂൻ. അല്ല, അറിഞ്ഞേക്കുക, നിശ്ചയമായും അവർ തന്നെയാണ് നാശമുണ്ടാക്കുന്നവർ, എങ്കിലും അവർ അറിയുന്നില്ല. സത്യനിഷേധം, സത്യവിശ്വാസികളെ കബളിപ്പിക്കൽ, ജനമധ്യേ ആശയക്കുഴപ്പം സൃഷ്ടിക്കൽ, വാക്കിനെതിരായ പ്രവർത്തനം, ഇസ്ലാമിൻ്റെ ശത്രുക്കളുമായുള്ള രഹസ്യബന്ധങ്ങൾ എന്നിങ്ങനെ പലതരത്തിലുള്ള അവരുടെ ചെയ്തികളെ ഉദ്ദേശിച്ചാണ് നാട്ടിൽ നാശമുണ്ടാക്കരുതെന്ന് അവരോട് പറയുന്നത്. നാട്ടിൽ രക്തച്ചൊരിച്ചിലും ജീവനാശങ്ങളും അസമാധാനം ഉണ്ടാക്കുന്നതാണല്ലോ ഇതെല്ലാം. ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കുവാനോ അനുകൂലമായ മറുപടി പോലും പറയുവാനോ ആ കപടന്മാർ തയ്യാറായില്ലെന്ന് മാത്രമല്ല, തങ്ങൾ ചെയ്യുന്നതെല്ലാം നാട്ടിനു നന്മയും ആവശ്യമാണെന്ന് അവകാശപ്പെടുകയുമായിരിക്കും അവർ ചെയ്യുക. ശത്രു വിഭാഗത്തുമായുള്ള കൂട്ടുകെട്ടുകൊണ്ട് തങ്ങൾ ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങൾക്കും അവർക്കുമിടയിൽ രഞ്ജിപ്പും യോജിപ്പും ഉണ്ടാക്കുകയാണ് എന്നും മറ്റും തങ്ങളുടെ ചെയ്തികളെ അവർ ന്യായീകരിക്കുകയും ചെയ്യും. ഇതെല്ലാം തനി പൊയ്വാക്കുകളാണ്. നാശത്തിൻ്റെ പ്രവർത്തനങ്ങൾ മാത്രമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇരുമുഖികളായ ഇത്തരക്കാരുടെ പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ നാട്ടിൽ നാശവും കുഴപ്പവും ഉണ്ടാക്കി തീർക്കുക. ഇതൊന്നും ഗ്രഹിക്കുവാനുള്ള തൻ്റെ ഇടമോ നന്മയും നാശവും തിരിച്ചറിയാനുള്ള വിവേകമോ അവർക്കില്ല എന്നൊക്കെയാണ് ഇവരുടെ മറുപടിയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞതിൻ്റെ സാരം. ഇവിടെയും മറ്റു പല സ്ഥലങ്ങളിലും കപടവിശ്വാസികളുടേതായി അള്ളാഹു പ്രസ്താവിച്ച ലക്ഷണങ്ങളും സ്വഭാവങ്ങളും മുഴുവനുമോ ഏതാനുമോ ഒത്തിണങ്ങിയ മുസ്ലിം നാമധാരികളുടെ എണ്ണം കാലം ചെല്ലും തോറും ഇക്കാലത്ത് വിശേഷിച്ചും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം കുടുംബത്തിലും സമുദായത്തിലും പിറന്നു വളർന്നവരായതുകൊണ്ട് തങ്ങൾ മുസ്ലിങ്ങളല്ലെന്ന് തുറന്നു പറയുവാൻ അവർക്ക് മടിയോ ധൈര്യക്കുറവോ ഉണ്ടായിരിക്കും. വേണമെങ്കിൽ തങ്ങൾ മുസ്ലിങ്ങളുടെയും ഇസ്ലാമിൻ്റെയും ഗുണകാംക്ഷികളും സമുദായോദ്ധാരകരുമാണെന്ന് നടിക്കുകയും ചെയ്യും. ഇസ്ലാമിനെ തുരങ്കം വെക്കുന്ന നിരീശ്വര നിർമ്മത യുക്തിവാദങ്ങളും ഭൗതിക താൽപ്പര്യങ്ങളുമായിരിക്കും അവരുടെ യഥാർത്ഥ കൈമുതൽ. മുസ്ലിം ബഹുജനങ്ങളിൽ നിന്ന് അവരറിയാതെ അവരുടെ വിശ്വാസവും മതഭക്തിയും നശിപ്പിച്ചുകൊണ്ട് പുരോഗമനത്തിൻ്റെ പേരിൽ കാലത്തിനൊത്ത കോലം കെട്ടുകയായിരിക്കും അവരുടെ ലക്ഷ്യം. സത്യവിശ്വാസികൾ ഇത്തരക്കാരെ ഇസ്ലാമിൻ്റെ പ്രത്യക്ഷ ശത്രുക്കളേക്കാൾ സൂക്ഷിക്കേണ്ടതാകുന്നു. വല്ലാഹുൽ മുസ്തആൻ. വളരെ ശ്രദ്ധേയമാണ്. മുഹമ്മദ് അമാനി മൗലവി റഹ്മഹുല്ല വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ആ കാര്യം ഇന്നും ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന പ്രസക്തമായ വാക്കുകളാണ്. വഇദാ ഖീല ലഹും آمنوا كما آمن الناس قالوا أنؤمن كما آمن السفهاء ألا إنهم هم السفهاء ولكن لا يعلمون. മനുഷ്യർ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കുവീൻ എന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ പറയും, ബോഷന്മാർ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ? അല്ല, അറിയുക, നിശ്ചയമായും അവർ തന്നെയാണ് ബോഷന്മാർ, എങ്കിലും അവർക്ക് അറിഞ്ഞുകൂടാ. وَإِذَا لَقُوا الَّذِينَ آمَنُوا قَالُوا آمَنَّا
وإذا خلوا إلى شياطينهم قالوا إنا معكم إنما نحن مستهزئون. വിശ്വസിച്ചവരെ അവർ കണ്ടുമുട്ടിയാൽ അവർ പറയും, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അവർ തങ്ങളുടെ പിശാചുക്കളിലേക്ക് തനിച്ചായാൽ അവർ പറയുകയും ചെയ്യും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയാണ്, ഞങ്ങൾ അവരെ പരിഹസിക്കുന്നവർ മാത്രമാകുന്നു. അല്ലാഹു യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅ്മഹൂൻ. അല്ലാഹു അവരെ പരിഹസിക്കുന്നു, അവരുടെ അതിര് കവിയലിൽ അന്തം വിട്ട് അലഞ്ഞു നടക്കുമാറ് അവരെ അയച്ചുവിടുകയും ചെയ്യുന്നു. ഉലൈക അല്ലദീന ഇശ്തറവു الضലാലത ബിൽഹുദാ ഫമാ റബിഹത് തിജാറതുഹും വമാ കാനൂ മുഹ്തദീൻ. അക്കൂട്ടർ സന്മാർഗത്തിനു പകരം ദുർമാർഗം വിലക്കു വാങ്ങിയിട്ടുള്ളവരത്രേ, എന്നാൽ അവരുടെ കച്ചവടം ലാഭകരമായില്ല, അവർ ഉദ്ദിഷ്ട മാർഗം പ്രാപിച്ചവരായതുമില്ല. ഞങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ചിട്ടുണ്ടെന്നും മുസ്ലിങ്ങളാണെന്നുമൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. നിങ്ങളുടെ പ്രവർത്തനങ്ങളും നടപടിയുമാണെങ്കിൽ അതിന് ഘടകവിരുദ്ധവുമാണ്. നിങ്ങൾ പറയുന്ന നേരാണെങ്കിൽ ഈ നില മാറ്റി യഥാർത്ഥ സത്യവിശ്വാസികൾ വിശ്വസിച്ചതുപോലുള്ള വിശ്വാസം നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ് എന്നൊക്കെയാണ് ആമിനു കമ ആമനന്നാസ്, മനുഷ്യർ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കുവീൻ എന്ന് പറഞ്ഞതിന് താല്പര്യം. ഇവിടെ മനുഷ്യർ എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ച് കഴിഞ്ഞ സത്യവിശ്വാസികളെ പറ്റിയാണെന്ന് വ്യക്തമാണ്. അവരെപ്പറ്റി മനുഷ്യർ എന്ന് പറഞ്ഞതിൽ അവരാണ് യഥാർത്ഥ മനുഷ്യർ. അവരെപ്പോലെ നിങ്ങളും മനുഷ്യത്വ ഗുണമുള്ളവരാകേണ്ടതാണ്. നിങ്ങളുടെ ഈ നിലപാട് മനുഷ്യത്വത്തിന് യോജിച്ചതല്ല എന്നൊക്കെ ചില സൂചനകൾ അടങ്ങിയിരിക്കുന്നത് കാണാം. അല്ലാഹു ആലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉൾപ്പെടുന്ന അതേ സത്യവിശ്വാസികളെ പറ്റി തന്നെയാണ് കപടവിശ്വാസികൾ ബോഷന്മാർ എന്ന് വിശേഷിപ്പിച്ചതും. അവരൊക്കെ തനി ബോഷന്മാരായതുകൊണ്ടാണ് അത്രത്തോളം ആ വിശ്വാസത്തിൽ ലയിക്കുവാൻ കാരണം. ഞങ്ങൾ അതിനു മാത്രം അതപ്പടിച്ചിട്ടില്ല, അവരെപ്പോലെയുള്ള വിശ്വാസം സ്വീകരിക്കുവാൻ ഞങ്ങളെ കിട്ടുകയില്ല എന്നൊക്കെയാണ് മറുപടിയിൽ അവർ വ്യംഗ്യമായി സൂചിപ്പിക്കുന്നത്. വാസ്തവം നേരെ മറിച്ചാണുള്ളത്. യഥാർത്ഥ ബോഷന്മാർ അവരല്ലാതെ മറ്റാരുമല്ല. പക്ഷേ മനസ്സിലാക്കാനുള്ള തൻ്റെ ഇടവും വിവേകവും അവർക്കില്ല എന്ന് അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു. ഇരുമുഖന്മാരാണല്ലോ കപടവിശ്വാസികൾ. സത്യവിശ്വാസികളുടെ അടുക്കൽ വരുമ്പോൾ തങ്ങളും സത്യവിശ്വാസികൾ ആണെന്നോണം അഭിനയിക്കും. മുസ്ലിങ്ങളെ തൃപ്തിപ്പെടുത്തലും ഗനീമത്ത്, അതായത് യുദ്ധത്തിൽ ലഭിച്ചേക്കാവുന്ന സ്വത്തുക്കൾ മുതലായവയിൽ പങ്കു ലഭിക്കലുമാണ് അവരുടെ ലക്ഷ്യം. അവിടം വിട്ട് തങ്ങളുടെ യഥാർത്ഥ കൂട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും അടുക്കൽ ചെല്ലുമ്പോൾ ഉള്ളിരുപ്പ് അവരോട് തുറന്നു പറയുകയും ചെയ്യും. ഞങ്ങൾ മുസ്ലിങ്ങളുമായി പെരുമാറുന്നത് കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഞങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പക്ഷക്കാർ തന്നെയാകുന്നു. പരിഹാസത്തിനു വേണ്ടി മാത്രമാണ് ഞങ്ങൾ അവരെ സമീപിക്കുന്നത്. നിങ്ങളുടെ നന്മയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നൊക്കെ ഇതിനെപ്പറ്റിയാണ് 14-ാം വചനത്തിൽ പ്രസ്താവിക്കുന്നത്. അവരുടെ ഈ പരിഹാസത്തെ അള്ളാഹു വെറുതെ വിടുവാൻ പോകുന്നില്ല എന്ന് 15-ാം വചനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇഹത്തിലും പരത്തിലും അള്ളാഹു അവരെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യും. തൽക്കാലം അവരുടെ ഇഷ്ടം പോലെ മതിമറന്ന് നടക്കട്ടെ എന്ന് വെച്ച് അവരെ അയച്ചുവിടുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് നടപടിയെടുക്കുന്നില്ല. അള്ളാഹുവിൻ്റെ പിടിയിൽ ഒതുങ്ങാതെ രക്ഷപ്പെടുവാൻ അവർക്ക് കഴിയുകയില്ല. ഷയാത്തീനിഹിം, അവരുടെ പിശാചുക്കൾ എന്ന് പറഞ്ഞത് ഇസ്ലാമിൻ്റെ പ്രത്യക്ഷ ശത്രുക്കളായ യഹൂദികളും ഷിർക്കിൻ്റെ നേതാക്കളിലുള്ള അവരുടെ സുഹൃത്തുക്കളും വേഴ്ചക്കാരുമാകുന്നു. അല്ലാഹു യസ്തഹ്സിഉ ബിഹിം, അള്ളാഹു അവരെ പരിഹസിക്കുമെന്ന് പറഞ്ഞതിന് താല്പര്യം അവരുടെ പരിഹാസ പ്രവർത്തനങ്ങളുടെ പേരിൽ ശിക്ഷാ നടപടി എടുക്കുമെന്നത്രേ. വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലുഹാ, ഒരു തിന്മയുടെ പ്രതിഫലം അതുപോലെയുള്ള ഒരു തിന്മയാകുന്നു. കുറ്റത്തിനുള്ള അനുസരിച്ചായിരിക്കും അതിൻ്റെ പേരിലുള്ള ശിക്ഷാ നടപടി എന്നു സാരം. കൈവശമുള്ള ഒരു വസ്തുവിന് പകരം മറ്റൊരു വസ്തു സ്വീകരിക്കുന്നതിനാണ് വിലക്കു വാങ്ങുക എന്നും കച്ചവടം നടത്തുക എന്നും പറയുന്നത്. ഇങ്ങോട്ട് പകരം ലഭിക്കുന്ന വസ്തു അങ്ങോട്ട് കൊടുക്കുന്നതിനേക്കാൾ ലാഭകരമോ പ്രയോജനകരമോ ആണെന്ന് ആകുമ്പോഴാണ് ക്രയവിക്രയം സ്വാഭാവികമായി ഉണ്ടാകാറുള്ളത്. ചുരുങ്ങിയ പക്ഷം അങ്ങോട്ട് കൊടുത്തതും ഇങ്ങോട്ട് ലഭിച്ചതും സമവില കണക്കാക്കപ്പെടുന്ന അതെങ്കിലും ആയിരിക്കണം. അല്ലാത്ത പക്ഷം ആ കച്ചവടം നഷ്ടകരമായി തീരുന്നു. മുനാഫിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കച്ചവടം ലാഭകരമായില്ലെന്ന് മാത്രമല്ല
ഇറക്കിയ മൂലധനം രക്ഷപ്പെട്ടു കിട്ടുക പോലും ഉണ്ടായിട്ടില്ല, അതും നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ഖത്താദ റഹ്മത്തുള്ളാഹി പ്രസ്താവിച്ചതായി നിവേദനം ചെയ്യപ്പെട്ടത് പോലെ സന്മാർഗത്തിൽ നിന്ന് ദുർമാർഗത്തിലേക്കും യോജിപ്പിൽ നിന്ന് ഭിന്നിപ്പിലേക്കും അഭയത്തിൽ നിന്ന് ഭയത്തിലേക്കും സദാചാരത്തിൽ നിന്ന് ദുരാചാരത്തിലേക്കും വഴുതിപ്പോവുകയാണ് അവർ ചെയ്തത്. നല്ലതും ചീത്തയും തിരിച്ചറിയുവാനും അന്വേഷിക്കാനുമുള്ള ബുദ്ധിയും ചിന്താശക്തിയും അള്ളാഹു മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. അള്ളാഹു അവർക്ക് റസൂലിനെ അയച്ചു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം മുഖാമുഖമായി അവരെ സത്യത്തിലേക്ക് ക്ഷണിച്ചു. ലക്ഷ്യങ്ങളും ദൃഷ്ടാന്തങ്ങളും വിവരിച്ചുകൊണ്ടുള്ള ഒരു വേദഗ്രന്ഥം അവരുടെ മുമ്പിൽ തുറന്നു വെക്കുകയും ചെയ്തു. മനസ്സിലിരിപ്പ് എന്തു തന്നെയായിരുന്നാലും അതിൽ തങ്ങൾക്കുള്ള വിശ്വാസം വാക്കുമൂലം അവർ രേഖപ്പെടുത്തുകയും സന്ദർഭം വരുമ്പോൾ അത് ആവർത്തിച്ചും അഭിനയിച്ചും കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സന്മാർഗമാകുന്ന മൂലധനം അവർക്ക് കൈവന്നു. അതവർ ഉപയോഗപ്പെടുത്തുകയോ വളർത്തുകയോ അല്ല, അതിനെ പുറന്തള്ളുകയും പകരം കൽപ്പിച്ചു കൂട്ടി ദുർമാർഗം ഏറ്റെടുക്കുകയുമാണ് ചെയ്തത്. ഇതാണ് അവർ ചെയ്ത കച്ചവടം. സന്മാർഗം എന്തെന്നറിയാതെ അല്ലെങ്കിൽ അത് പ്രഖ്യാപിക്കുവാൻ അവസരം കിട്ടാതെ ദുർമാർഗത്തിൽ പഠിച്ചവരാണവർ. സന്മാർഗം കൈവന്ന ശേഷം അത് വലിച്ചെറിയുകയാണ് അവർ ചെയ്തത്. സന്മാർഗം നിശേഷം നഷ്ടപ്പെട്ടുവെന്ന് മാത്രമല്ല, അവരുടെ ഉദ്ദേശ്യങ്ങളൊന്നും നിറവേറിയതുമില്ല. മസലുഹും കമസലില്ലദി ഇസ്തൗഖദ നാറാ ഫലമ്മാ അദാഅത് മാ ഹൗലഹു ദഹബല്ലാഹു ബിനൂരിഹിം വതറകഹും ഫീ ദുലുമാതിൻ ലാ യുബ്സിറൂൻ സുമ്മും ബുക്മുൻ ഉംയുൻ ഫഹും ലാ യർജിഊൻ. അവരുടെ ഉപമ യാതൊരുവൻ്റെ മാതിരിയാകുന്നു. അവൻ ഒരു തീ കത്തിച്ചുണ്ടാക്കി, എന്നിട്ട് അവൻ്റെ ചുറ്റുപാടുമുള്ളതിന് അത് വെളിച്ചം നൽകിയപ്പോൾ അള്ളാഹു അവിടെയുള്ളവരുടെ പ്രകാശം കൊണ്ടുപോയി. കണ്ണു കാണാത്ത നിലയിൽ അന്ധകാരങ്ങളിൽ, അതായത് കൂരിരുട്ടിൽ അവൻ അവരെ വിട്ടേക്കുകയും ചെയ്തു. ബധിരന്മാർ, ഊമകൾ, അന്ധന്മാർ ആകയാൽ അവർ മടങ്ങുകയില്ല. ഇതാണ് 17-18 ആയത്തോടെ അർത്ഥം. കപടവിശ്വാസികളുടെ ചില ഉപമകളാണ് ഈ വചനങ്ങളിൽ വിവരിക്കുന്നത്. ഖുർആൻ്റെ പ്രതിപാദന രീതിയിൽ ഉപമകൾക്ക് നല്ലൊരു സ്ഥാനം നൽകപ്പെട്ടിട്ടുണ്ട്. പ്രതിപാദ്യ വിഷയത്തിൻ്റെ മർമ്മവശവും വിശദാംശങ്ങളും ഗ്രഹിക്കുവാനും സാധാരണക്കാർക്ക് വിഷയം വേഗം മനസ്സിലാക്കുവാനും അത് പ്രയോജനപ്പെടുന്നു. അറബികൾക്കിടയിൽ ഉപമകൾ വിവരിക്കുന്ന പതിവ് മുമ്പേ ഉള്ളതാണ്. ചില സന്ദർഭങ്ങളിൽ ഒരു നീണ്ട വിശദീകരണത്തേക്കാൾ ഒരു ചെറിയ ഉപമയായിരിക്കും കൂടുതൽ ഉപകരിക്കുക. ഉപമകൾ ഉദ്ധരിക്കുന്നതിനെ സംബന്ധിച്ച് ചില പ്രത്യേക പരാമർശങ്ങൾ തന്നെ താഴെ വചനങ്ങളിൽ വരുന്നുണ്ട്. ഈ ഉപമയുടെ വിവരണമെന്നോണം പല റിവായത്തുകളും ഉദ്ധരിക്കപ്പെട്ടു കാണാം. കൂട്ടത്തിൽ കൂടുതൽ യുക്തവും ഹൃദ്യവുമായി തോന്നുന്നത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മുതലായ ചില സ്വഹാബികളിൽ നിന്ന് ഇബ്നു ജരീർ ഉദ്ധരിക്കുന്ന റിവായത്താകുന്നു. അതിൻ്റെ സാരം ഇങ്ങനെയാണ്: റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്ന അവസരത്തിൽ ചില ആളുകൾ ഇസ്ലാമിൽ പ്രവേശിച്ചു. പിന്നീട് അവർ കപടവിശ്വാസികളായി മാറി. അവരുടെ ഉപമ ഒരു മനുഷ്യൻ്റേത് പോലെയാകുന്നു. അയാൾ ഇരുട്ടിലായിരുന്നു. അതിനാൽ അയാൾ തീ കത്തിച്ചു. ആ തീ അയാളുടെ ചുറ്റുപാടിലുമുള്ള കുഴിയിലും ഉപദ്രവസ്തുക്കളിലും വെളിച്ചം പരത്തി. അയാൾക്ക് അതെല്ലാം കാണുമാറായി. അയാൾ സൂക്ഷിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് അയാൾക്ക് അറിയുവാൻ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ അയാളുടെ തീ കെട്ടുപോയി. അതുമൂലം സൂക്ഷിക്കേണ്ടുന്ന ഉപദ്രവസ്തുക്കൾ തിരിച്ചറിയാതെയായി. ഇപ്രകാരമാണ് കപടവിശ്വാസിയും. അവൻ ആദ്യം ശിർക്കാകുന്ന ഇരുട്ടിലായിരുന്നു. എന്നിട്ട് അവൻ ഇസ്ലാം സ്വീകരിച്ചു. അതോടെ ഹലാലും ഹറാമും, അതായത് പാടുള്ളതും ഇല്ലാത്തതും നല്ലതും ചീത്തയും അവൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഇരിക്കെ വീണ്ടും അവിശ്വാസിയായി മാറി. ഹറാമിൽ നിന്ന് ഹലാലും ചീത്തയിൽ നിന്ന് നല്ലതും അറിയാതെയായി തീർന്നു. അങ്ങനെ അവർ കപടവിശ്വാസികൾ ബധിരന്മാരും ഊമകളും അന്ധന്മാരുമാകുന്നു. ഇനി അവർ ഇസ്ലാമിലേക്ക് മടങ്ങുകയില്ല. വേണ്ടപ്പെട്ട കാര്യങ്ങൾ കേട്ടു മനസ്സിലാക്കുകയോ യാഥാർത്ഥ്യങ്ങൾ വാ തുറന്ന് സംസാരിക്കുകയോ കണ്ണുകൊണ്ട് നോക്കിക്കാണുകയോ ചെയ്യാത്തവരായതുകൊണ്ടാണ് അലങ്കാര രൂപത്തിൽ കപടവിശ്വാസികൾ ബധിരന്മാരും ഊമകളും അന്ധന്മാരുമാണെന്ന് പറഞ്ഞത്. സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു പറയുന്നു, അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ, എന്നാൽ അവർക്ക് ബുദ്ധി കൊടുത്ത് ചിന്തിക്കുമാറുള്ള ഹൃദയങ്ങളോ അറിയുമാറുള്ള കാതുകളോ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. എന്നാൽ വാസ്തവത്തിൽ കണ്ണുകൾക്കല്ല അന്ധത ബാധിച്ചിരിക്കുന്നത്. പക്ഷേ
നെഞ്ചുകളിലുള്ള ഹൃദയങ്ങൾക്കത്രേ അന്ധത ബാധിക്കുന്നത്. സൂറത്ത് ഹജ്ജിലെ 46-ാമത്തെ ആയത്ത്. കപടവിശ്വാസികൾക്ക് മറ്റൊരു ഉപമ കൂടി അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു. ഔ കസ്വയ്യിബിൻ മിനസ്സമാഇ ഫീഹി ദുലുമാതുൻ വറഅദുൻ വബർഖ്. അല്ലെങ്കിൽ അവരുടെ ഉപമ ആകാശത്ത് നിന്ന് ഒഴുകി വരുന്ന ഒരു പെരുമഴ പോലെയാകുന്നു. അതിൽ അന്ധകാരങ്ങളും അഥവാ കൂരിരുട്ടും ഇടിയും മിന്നലുമുണ്ട്. യജ്അലൂന അസ്വാബിഅഹും ഫീ ആദാനിഹിം മിനസ്സവാഇഖി ഹദറൽ മൗത്ത്. ഇടിവാൾ നിമിത്തം മരണഭയത്തെ അവർ, ആ മഴയിൽപ്പെട്ടവർ തങ്ങളുടെ മരണഭയത്താൽ മരണത്തെ ഭയന്ന അവർ, ആ മഴയിൽ പെട്ടവർ തങ്ങളുടെ വിരലുകളെ തങ്ങളുടെ ചെവികളിൽ ഇടുന്നു. വല്ലാഹു മുഹീതും ബിൽ കാഫിരീൻ. അല്ലാഹു അവിശ്വാസികളെ വലയം ചെയ്യുന്നവനാകുന്നു. യകാദുൽ ബർഖു യഖ്തഫു അബ്സാറഹും കുല്ലമാ അദാഅ ലഹും മശൗ ഫീഹി വഇദാ അദ്ലമ അലൈഹിം ഖാമൂ വലൗ ശാഅ അല്ലാഹു ലദഹബ ബിസംഇഹിം വഅബ്സാരിഹിം. മിന്നൽ അവരുടെ കാഴ്ചകളെ റാഞ്ചിയെടുക്കുമാറാകുന്നു. അതവർക്ക് വെളിച്ചം നൽകുമ്പോഴൊക്കെ അവരതിൽ നടക്കും. അതവരിൽ ഇരുട്ടാക്കിയാൽ അവർ നിന്നേക്കുകയും ചെയ്യും. അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവരുടെ കേൾവിയും അവരുടെ കാഴ്ചകളും അവൻ കൊണ്ടുപോകുക, അതായത് എടുത്തു കളയുക തന്നെ ചെയ്യുമായിരുന്നു. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നിശ്ചയമായും അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. ആദ്യത്തെ ഉപമയേക്കാൾ കുറച്ചുകൂടി വിസ്തൃതമാണ് ഈ ഉപമ. രണ്ടു തരം വീക്ഷണങ്ങളിലൂടെ ഈ ഉപമ വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. ഒന്ന്, കപടവിശ്വാസികളുടെ സ്ഥിതിഗതികളുടെ പൊതുവെയുള്ള ഒരു ചിത്രീകരണമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് എന്ന നിലക്ക്. രണ്ടാമത്തത്, അവരുടെ സ്ഥിതിഗതികളുടെ ഈ ചില വശങ്ങളെ പ്രത്യേകം ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നു എന്ന നിലക്ക്. ഈ രണ്ടു നിലക്കുള്ള വ്യാഖ്യാനം ഒന്നാമത്തെ ഉപമയിലും സ്വീകരിക്കപ്പെടാതില്ല. പക്ഷേ ആ രണ്ടു നിഗമനങ്ങളും തമ്മിലുള്ള താരതമ്യം കൂടുതൽ പ്രകടമാകുന്നത് ഈ ഉപമയുടെ വ്യാഖ്യാനത്തിലാകുന്നു. ഒന്നാമത്തെ വീക്ഷണപ്രകാരം ഇതിൻ്റെ വ്യാഖ്യാനം ഏതാണ്ട് ഇങ്ങനെയാണ്: ആകാശത്തുനിന്ന് വമ്പിച്ച മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. രാത്രിയുടെ അന്ധകാരത്തിന് പുറമെ മഴയുടെ ആധിക്യം കൊണ്ടും മഴക്കാറുകളുടെ കുന്നുകൂടൽ കൊണ്ടുമുള്ള അന്ധകാരങ്ങളും എല്ലാം കൂടി വമ്പിച്ച കൂരിരുട്ട്. മുമ്പോട്ട് നീങ്ങുവാൻ വഴി കണ്ടുകൂടാ. തപ്പി നടക്കുവാൻ പോലും കഴിയാതെ മനസ്സിൻ്റെ സമനിലയും തെറ്റിയിരിക്കുന്നു. കാരണം ഇടതടവില്ലാത്ത ഇടിയും മിന്നലും ഇടിവാളിൻ്റെ പൊട്ടലും ചീറ്റലും കേൾക്കുമ്പോൾ മരണത്തെ ഭയന്ന് ആളുകൾ ചെവിയിൽ വിരൽ ചുരുക്കി കാത് പൊത്തിക്കളയും. മിന്നലിൻ്റെ അതിപ്രസരമാണെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുമാറ് ഭയങ്കരവും. മിന്നലിൻ്റെ വെളിച്ചം കിട്ടുമ്പോൾ അല്പമൊന്ന് നടന്നു നീങ്ങുവാൻ ശ്രമിക്കും. അപ്പോഴേക്ക് വീണ്ടും ഇരുട്ട്. അതോടെ സ്തംഭിച്ചു നിൽക്കുകയായി. അള്ളാഹു കാത്തു രക്ഷിച്ചതുകൊണ്ട് ഭാഗ്യത്തിന് ചെകിട് പൊട്ടി കേൾവി നശിക്കാതെയും കണ്ണ് പൊട്ടി കാഴ്ച നശിക്കാതെയും രക്ഷപ്പെട്ടുവെന്ന് മാത്രം. ഇങ്ങനെയുള്ള ഒരു മഴയിൽ അകപ്പെട്ടാലത്തെ അവസ്ഥ പോലെയാണ് കപടവിശ്വാസികളുടെയും സ്ഥിതിഗതികൾ. അതായത് ഒരിക്കലും മനസ്സമാധാനമോ സ്വസ്ഥതയോ അവർക്കില്ല. സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും ഒരു ഭാഗത്ത്, പരിഭ്രമവും ഭീതിയും മറ്റൊരു ഭാഗത്ത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സത്യവിശ്വാസികളുടെയും പക്ഷത്ത് ചേർന്നാലുണ്ടാകുന്ന നേട്ടങ്ങളും അതോടൊപ്പം അതിനാൽ നേരിട്ടേക്കാവുന്ന ഉത്തരവാദിത്തങ്ങളും വേറൊരു വശത്ത്, അവിശ്വാസികളുടെ കൂടെ ചേർന്നാൽ ലഭിക്കുന്ന സ്വാർത്ഥങ്ങളും അതിൻ്റെ ഭവിഷ്യത്തുകളും വേറെയും. ചുരുക്കി പറഞ്ഞാൽ മേൽ വിവരിച്ച മഴയിൽ അകപ്പെട്ടാലുണ്ടാകുന്ന അവസ്ഥ തന്നെ എന്നു സാരം. രണ്ടാമത്തെ വ്യാഖ്യാന രീതി ഏതാണ്ട് ഇങ്ങനെയാണ്: അവരുടെ നന്മയ്ക്കു വേണ്ടി അള്ളാഹുവിൽ നിന്ന് അവതരിച്ചുകൊണ്ടിരിക്കുന്ന ഖുർആൻ വചനങ്ങൾ, സന്ദേശങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ, വിധിവിലക്കുകൾ ആദിയായവയാണ് മഴയോട് ഉപമിക്കപ്പെട്ടിരിക്കുന്നത്. മഴ ഭൂമിയെ ജീവസ്സുള്ളതാക്കുന്നത് പോലെ അവ മനുഷ്യനും ജീവസ്സുണ്ടാക്കുന്നുവല്ലോ. ശക്തിയായ മഴ വർഷിക്കുമ്പോൾ ഇടിയും മിന്നലും സ്വാഭാവികമാണ്. കപടവിശ്വാസികളുടെ സംശയം, കാപട്യം, ആശയക്കുഴപ്പം, ദുർമോഹം ആദിയായവയാണ് ഇരുട്ടിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ദിവ്യ സന്ദേശങ്ങളിൽ അടങ്ങിയിട്ടുള്ള താക്കീതുകൾ, മുന്നറിയിപ്പുകൾ മുതലായവ ഇടികളോടും അതിന് ദൃഷ്ടാന്തങ്ങൾ, സന്തോഷ വാർത്തകൾ മുതലായവ മിന്നലുകളോടും ഉപമിക്കപ്പെട്ടിരിക്കുന്നു. താക്കീതുകളും ശാസനകളും കേട്ട് സഹിക്കവയ്യാതെ
ബദരന്മാരെ പോലെ അവർ തിരിഞ്ഞു കളയുന്നതിനെയാണ് ഇടിവാൾ നിമിത്തം മരണത്തെ ഭയന്ന് കാത് പൊത്തുന്നതിനോട് ഉപമിച്ചിരിക്കുന്നത്. പക്ഷേ അവർ കാത് പൊത്തിയത് കൊണ്ട് രക്ഷ കിട്ടുവാൻ പോകുന്നില്ല എന്നത്രേ അള്ളാഹു അവിശ്വാസികളെ വലയം ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞ് താൽപ്പര്യം. സത്യമാർഗം സ്വീകരിച്ചാൽ ഭൗതികമായും പാരത്രികമായും ലഭിക്കുവാനിരിക്കുന്ന നന്മകളെപ്പറ്റി ചിലപ്പോൾ അവർക്ക് ബോധോദയമുണ്ടാകും. അങ്ങനെ ഗതി അല്പം മുന്നോട്ട് പോകും. അപ്പോഴേക്കും സ്വാർത്ഥ വിചാരങ്ങളും പരീക്ഷണ ഘട്ടങ്ങളും ഓർമ്മ വരും. അതോടെ അത് സ്തംഭനത്തിലാകും. അതാണ് മിന്നൽ വെളിച്ചത്തിൽ മുമ്പോട്ട് നടക്കുമെന്നും ഇരുട്ടായാൽ നിന്നു പോകുമെന്നും പറഞ്ഞത്. കണ്ടും കേട്ടും കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള കഴിവ് അള്ളാഹു അവർക്ക് നൽകിയതിനെ അവർ ദുരുപയോഗപ്പെടുത്തിയിരിക്കെ അവയെ നിശ്ശേഷം എടുത്തു കളയുവാൻ അവന് ഒട്ടും പ്രയാസമില്ല. എങ്കിലും അവൻ ഉദ്ദേശിച്ചിട്ടില്ലാത്തത് കൊണ്ട് സംഭവിച്ചിട്ടില്ലെന്ന് മാത്രം. മൊത്തരൂപത്തിലും വിശദരൂപത്തിലുമുള്ള ഈ രണ്ട് വ്യാഖ്യാന രീതികളിൽ സാധാരണ ബുദ്ധികളെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ രൂപമായിരിക്കും കൂടുതൽ അനുകരണീയവും വ്യക്തവുമായി തോന്നുക. എങ്കിലും സാഹിത്യരംഗത്ത് കൂടുതൽ സ്ഥാനം അർഹിക്കുന്നത് ഒന്നാമത്തെ രൂപമാകുന്നു. ഓരോരുത്തർക്കും അവനവൻ്റെ ബുദ്ധിവികാസവും ചിന്താമണ്ഡലവും അനുസരിച്ച് ഓരോ ഉപമയിലും അടങ്ങിയ തത്വരഹസ്യങ്ങൾ പരതി നോക്കി കണ്ടുപിടിക്കുവാൻ ഇതാണ് കൂടുതൽ ഉപകരിക്കുക. അല്ലാഹു അഅലം. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അത് കൂടുതൽ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും നാം ഏവർക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.